എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. എനിക്ക് ചേച്ചിയുടെ കല്യാണം കഴിച്ച സമയത്താണ് കാറ് പോയത്. അപ്പോൾ എനിക്ക് അളിയനോട് ഭയങ്കര ദേഷ്യം. എല്ലാം കൂടി ഒരു ആംഗ്രി യങ് മാൻ ആ ആയിരുന്നു. സമയത്ത് അദ്ദേഹം ആർമിയിലായിരുന്നു. അപ്പോൾ പുള്ളി ലീവിന് വരുമ്പോഴാണ് ഞാൻ ആ സമയത്ത് കാണാറ്. അപ്പോൾ ഞാൻ 12th പഠിക്കുമ്പോഴാണ്. അപ്പം അദ്ദേഹം ചേട്ടൻ മരിച്ചു പോയിട്ട് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന പുള്ളി ലീവിന് വരുമ്പോഴാണ് ഞാൻ നേരത്തെ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പം പക്ഷേ എന്നിരുന്നാലും ആരൊക്കെ കൂടുതൽ ലൈഫിലുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ലൈഫിൽ ഒറ്റയ്ക്കാണ്. നമ്മൾ ഏറ്റവും വലിയ പ്രശ്നം വരുന്ന സമയത്ത് നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും. ഞാനത് പറയണമെന്ന് വിചാരിച്ചപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് പറഞ്ഞു അവന് വളരെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അയ്യോ, അപ്പം ഞാൻ എന്ത് ഇവനൊന്നും പറയാൻ അവൻ ആദ്യം പറഞ്ഞില്ല. അപ്പം അങ്ങനെ ഒരു വർഷം അവിടെ വന്നു. അത് കഴിഞ്ഞപ്പോഴേക്ക് ഞാനപ്പം ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു. നാട്ടിൽ നിന്നൊക്കെ എല്ലാവരും കംപ്ലയിൻറ്റ് ചെയ്യാൻ തുടങ്ങി. നാട്ടിൽ നിന്ന് അമ്മയൊക്കെ കത്തെഴുതും, എന്തായി കാണാൻ അവനെ ഒന്ന് വെക്കേഷനൊക്കെ പോയി കാണുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റില്ല. പിന്നെ ഐ സ്റ്റാർട്ടഡ് വിന്നിങ്. അതുവരെ എനിക്കൊരു ഫിയർ ഓഫ് ഫെയിലിയർ ഉണ്ടായിരുന്നു. ഇന്നും എനിക്കൊരു ഫിയർ ഓഫ് ഫെയിലിയർ എവിടെയോ ചെറുത് കിടപ്പുണ്ട്. പക്ഷേ ആ ഫിയർ ഓഫ് ഫെയിലിയറിനെ ഞാൻ ഓവർകം ചെയ്ത് ഐ ബിക്കെയിം ഗുഡ് അറ്റ് തിങ്സ്. ഹലോ ആൻഡ് വെൽക്കം എവറിബഡി ടു ദ ഷോ. ആൻഡ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സഞ്ജു ശിവറാം. ഞാൻ സഞ്ജുവിനോട് വന്ന പാടെ പറഞ്ഞു ഒരു ലുക്ക് ഉണ്ടല്ലോ, ഒരു ഇമ്രാൻ ഹാഷ്മി ലുക്ക്. അപ്പോൾ സഞ്ജു പറഞ്ഞു കോൽക്കത്തയിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് എല്ലാവരും പറയായിരുന്നു. ഇവിടെ നാട്ടിൽ വന്നിട്ട് ആരും പറഞ്ഞിട്ടില്ല? നാട്ടിൽ വന്നിട്ടും ചിലർ അങ്ങനെ ഇടയ്ക്ക് പറയാറുണ്ട്, ചില സമയത്ത് പറയാറുണ്ട്. അന്ന് പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാനത് ചിലപ്പോൾ സമ്മതിച്ചു കൊടുക്കുമായിരുന്നു. അല്ലെങ്കിൽ വേറൊരാളിനാണ്. അപ്പോൾ അന്ന് പുള്ളി നമ്മുടെ അവിടുത്തെ കൽക്കട്ടയിലായിരുന്നപ്പോൾ ഒരാൾ പറഞ്ഞിട്ട് ഈ മാധവൻ്റെ ചായനെന്നൊക്കെ അന്ന് പറയും. അപ്പോൾ ഞാനത് കിട്ടിയതിൽ ഞാൻ പുള്ളിയുടെ ബ്രദറാണ്, പുള്ളിയുടെ കസിനാണ് ആക്ച്വലി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കഥ പറഞ്ഞ് അത് വിശ്വസിപ്പിച്ച് കുറേ ആൾ അങ്ങനെ പോയിട്ടുണ്ട്. പുള്ളിക്ക് എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആയിരുന്നു പിന്നീട്. സഞ്ജു, ഞാൻ 1000 ബേബീസ് കണ്ടപ്പോൾ ശരിക്കും അതിശയിച്ചു പോയി. ബിക്കോസ് ദിസ് ഇസ് സം റോൾ, അത് ഒത്തിരി ആൾക്കാർ ഡ്രീം ചെയ്യുന്ന റോൾ ആൻഡ് വളരെ കോംപ്ലിക്കേറ്റഡ് ലേഡ് ആയിട്ടുള്ള റോളും ആൻഡ് വളരെ മനോഹരമായിട്ട് അത് പെർഫോം ചെയ്ത് യു മേഡ് പീപ്പിൾ സിറ്റ് അപ്പ് ആൻഡ് ടേക്ക് എ സീരിയസ് നോട്ട് ഓഫ് യു. ദാറ്റ്സ് ഹൗ യു ഡിഡ് ഇറ്റ്. പക്ഷേ ബിഫോർ വി ഗെറ്റ് ഇൻ ടു ദ റോൾ എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഞാൻ വേറൊരു ഫിനോമിനൽ ആക്ടറിനെയാണ് ആ സ്ക്രീൻ സ്പേസ് സഞ്ജുവായിട്ട് ഷെയർ ചെയ്യുന്ന കണ്ടിട്ടുള്ളത്, വിച്ച് ഇസ് നീന ഗുപ്ത. എന്തൊരു പെർഫോമൻസ് ആയിരുന്നു. സോ നിങ്ങൾ രണ്ടുപേരും ആ ഒരു സ്പേസിൽ വർക്ക് ചെയ്യുമ്പോൾ സഞ്ജു എന്താണ് നീന മാമിനെ കുറിച്ച് ഒബ്സർവ് ചെയ്തത് ആസ് ആൻ ആക്ടർ? എനിക്കൊന്ന് ആ ഓപ്പൺ ബുക്ക് തന്നെയാണ് അവരുടെ പെർഫോമൻസിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്, അവരുടെ ലൈഫ് എക്സ്പീരിയൻസസും. അത് ഭയങ്കര രസമാണ്. അവർ സംസാരിക്കുന്നവർ അതിനെപ്പറ്റി പറയുന്ന കാര്യങ്ങൾ, അവരുടെ ലൈഫിനെ പറ്റി പറയുമ്പോൾ അപ്പോൾ പുള്ളിക്കാരി പറയുന്ന ഇപ്പോഴും ഇടയ്ക്ക് സംസാരിക്കാറുള്ള പുള്ളി പറയും ഇങ്ങനെ സിനിമയെ പറ്റിയിട്ടൊക്കെ പറയുമ്പോൾ എങ്ങനെയുണ്ട് സിനിമ എങ്ങനെയെന്ന് പറയുമ്പോൾ ഞാൻ പക്ഷേ നല്ല പരിപാടികൾ നോക്കി ऐसा नहीं संजू करते रहो काम करते रहो वो आ जाएगा. അപ്പോൾ അവർ അങ്ങനെയാണ്. അപ്പോൾ അവരുടെ സ്ട്രഗിൾ, ഇനീഷ്യൽ ഡേയ്സിലെ സ്ട്രഗിൾ പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ അവരതിനെ പറ്റി പറയുന്നത് ഏതോ നിസ്സാര കാര്യമൊക്കെ സംഭവിച്ച പോലെയാണ് പറയുന്നത്. അവർ അത്രയ്ക്ക് അതിനുവേണ്ടി ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് അവരുടെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങൾ എനിക്ക് തോന്നുന്നില്ല ഇന്നും അങ്ങനെ ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരു ആക്ടറിനൊന്നും ഫേസ് ചെയ്യാനോ അത് ഹാൻഡിൽ ചെയ്യാനോ പറ്റുന്ന കാര്യങ്ങളല്ല. അവരത് 80s ചെയ്തത്. 80s ഇന്ത്യയിൽ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ സൊസൈറ്റി ഇന്ന് നമ്മൾ പക്ഷെ അവർ ഇതിനെ പറ്റിയിട്ടൊന്നും കംപ്ലയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ ഇവിടുത്തെ ഇനീക്വാളിറ്റിയോ മറ്റു പ്രശ്നം അതിനെപ്പറ്റിയൊന്നും പറയല്ല. അവരത് വർക്ക് ചെയ്ത് അങ്ങനെ മുമ്പോട്ട് പോവാണ്. അത് അവരുടെ അച്ചീവ്മെൻറ്റ്സും ഭീകരമാണ്. അപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് ആദ്യം അവരോട് സംസാരിക്കുമ്പോൾ ഭയങ്കര ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നത്. ഇപ്പം ഇൻക്ലൂഡിങ് ഞാൻ ഭയങ്കര ക്രിക്കറ്റ് ആരാധകനായതുകൊണ്ട് വിവിൻ റിച്ചാർഡ്സിനെ പറ്റി ചോദിക്കണോ, ഇതെല്ലാം ഞാൻ പിന്നെ എല്ലാം നൈസായിട്ട് ചോദിച്ച് നമ്മൾ എല്ലാം സംസാരിക്കുന്ന അവസ്ഥയിലേക്കായി. പക്ഷേ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. അവിടെ വർക്ക് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. നമുക്ക് ഭയങ്കര റെസ്പെക്റ്റും സ്നേഹവും ഒക്കെ തോന്നും. അത്രയ്ക്ക് സ്നേഹമുള്ളൊരു ഹ്യൂമനാണ് അവർ. വളരെ റിയലാണ്. ഇപ്പോൾ 1000 ബേബീസിലെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 3 ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്യുമ്പോൾ 3 ക്യാരക്ടേഴ്സിൻ്റെ ഔട്ട്വേർഡ് എക്സ്പ്രഷൻസ് വളരെ ഡിഫറെൻ്റ് ആണ്. ബിബിൻ, നിസാം, ഹർഷൻ, ഈ 3 ക്യാരക്ടേഴ്സിനെ കുറിച്ച് ഇത്തിരി 3 ആണല്ലോ. ബിബിൻ രണ്ട് സ്ഥലത്തുണ്ട്. അപ്പോൾ ഈ ക്യാരക്ടേഴ്സൊക്കെ പ്ലേ ചെയ്യുമ്പോൾ ഇവരുടെ ഒരു ബാക്ക് സ്റ്റോറി എന്ന് പറയുന്നത് ഇവർ എക്സ്റ്റേണൽ എക്സ്പ്രഷൻ ഡിഫറെൻ്റ് ആയതുകൊണ്ടും വ്യക്തി ഒന്നായതുകൊണ്ടും അവിടെ ഒരു ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു. ബിക്കോസ് നമ്മൾ വ്യക്തി ഒന്ന് തന്നെയാണ്, പക്ഷെ അവർ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റീസ് ആയിട്ടാണ് എക്സ്പ്രസ് ആവുന്നത്. ആക്ച്വലി അത് നമ്മൾ ഈ പേഴ്സണലി നോക്കുമ്പോൾ അത് ഒരു ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. കാരണം ഈ 4 തരത്തിൽ നിങ്ങളെ പ്രസൻറ്റ് ചെയ്യപ്പെടണം എന്നുള്ളത്. പക്ഷേ പ്രാക്ടിക്കലി നോക്കുമ്പോൾ അല്ലെങ്കിൽ ടെക്നിക്കലി അപ്രോച്ച് ചെയ്യുമ്പോൾ അത് 4 കാണുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പമുള്ള കാര്യം.
നാലായിട്ട് കാണുകയും ഇതിനകത്തൊരു തിൻ ലൈൻ, ഒരു ലെയർ ബിബിൻ്റെ ഓൾ ത്രൂ പോകുന്നുണ്ട്. ഇയാളുടെ പെയിൻ, ഈ 4 പേരുടെയും പെയിനും പ്രശ്നങ്ങളും ഒന്നാണ്. അത് ബിബിൻ്റെ പ്രശ്നമാണ്, ബിബിൻ്റെ ലൈഫിലുണ്ടായിരിക്കുന്ന പ്രശ്നം. അതൊഴികെ ബാക്കിയെല്ലാം ബിബിൻ നൈസാമലി ഒരു സ്ഥലത്ത് ചെന്നിട്ട് ബിബിനായിട്ട് ബിഹേവ് ചെയ്യാനേ പോകുന്നില്ല, ബിബിനുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നാണ് അയാൾ ചെയ്യേണ്ടത്. അപ്പം ഞാൻ അതിനെപ്പറ്റി ആലോചിക്കേണ്ട ആവശ്യമില്ല. ഹർഷനാണെങ്കിലും ഈ പറയുന്ന പോലെ ബിബിൻ്റെ ട്രേറ്റ്സ് ഒന്നും കാണിക്കുക വേറൊരാളായിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ വേറെ ആളായിട്ടാണ് നമ്മളെ പ്രസൻറ്റ് ചെയ്യുന്നത്. സോ എന്തിന് നമ്മൾ അങ്ങനെ ഒരു ഇയാളുമായിട്ടുള്ള കണക്ഷൻ എടുക്കേണ്ട ആവശ്യമേ ഇല്ല. ആൻഡ് ഓൾസോ ഞാൻ അത് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഡയറക്ടർ പറഞ്ഞതുപോലെ, എടാ നമ്മൾ ഫുൾ സ്ക്രിപ്റ്റ് നീ അതേപോലെ പ്രിപ്പയർ ചെയ്ത് അങ്ങനെ പോകുന്നതിനേക്കാൾ നല്ലത് എപ്പിസോഡ് വൈസ് പോകും. നമ്മൾ 4 സ്കെഡ്യൂളായിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. ഓരോ സ്കെഡ്യൂളിന് പോകുമ്പോഴും ഞാൻ ആ പോർഷൻസാണ് ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അതിൽ എപ്പോഴും ബിബിൻ്റെ ഒരു പെയിൻ ഉണ്ട്. കാരണം എല്ലാ എപ്പിസോഡിലും നമ്മൾ ഒരു ബിബിൻ്റെ ഇമോഷൻസ് എടുക്കുന്നുണ്ട്. ബിബിൻ്റെ അതായത് ഒരു ക്രിക്കറ്റ്നെസ് അല്ലെങ്കിൽ അയാളുടെ കണ്ണിങ് ഇമോഷൻസ് നമ്മൾ എടുക്കുന്നുണ്ട്. ഇതുപോലെ വൾണറബിൾ ആയിട്ടുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മകൻ, ഒരു വ്യക്തി എങ്ങനെ ഒരു സൈക്കോപാത്തായിട്ട് ടേൺ ഓവർ ചെയ്യുന്നു, അതെനിക്കിപ്പോഴും എക്സ്പ്ലനേഷൻ കിട്ടിയിട്ടില്ല. അതിനൊരു എക്സ്പ്ലനേഷൻ ഉണ്ടാവും ഇൻ ദ കമ്മിങ് സീസൺ. അയാളുടെ ലൈഫും അയാളുടെ ലൈഫിലെ സന്തോഷവും എല്ലാം പൊട്ടിപ്പോകുന്ന ഒരു അവസ്ഥയാണ്. അയാൾ ജീവിച്ചിരുന്ന ഒരു ഫാൻറ്റസി വേൾഡ്, ഒരു ലോകം ക്രിയേറ്റഡ് ബൈ ഈ സാറാമ്മച്ചി ക്രിയേറ്റ് ചെയ്തൊരു വേൾഡിലാണ്. അതിനകത്ത് ഒരുപാട് പോരായ്മകളുണ്ട്. സാറാമ്മച്ചി പറയുന്നുണ്ട് നമ്മുടെ സന്തോഷം നമുക്കുള്ളതാണ്, വേറെ ആരുമായിട്ട് പങ്കുവെക്കേണ്ട ആവശ്യമില്ല. ശരി. അപ്പോൾ അത് നോക്കുമ്പോൾ പള്ളിയിൽ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ പറഞ്ഞിട്ടാണോ ഞാൻ എന്നെ സ്കൂളിൽ ചേർത്തത്, അച്ഛൻ പറഞ്ഞിട്ടാണോ ഞാനിത് ചെയ്തത്? അല്ല, ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ചെയ്തത്. അപ്പം അപ്പോൾ ഇത് കേൾക്കുന്ന ബിബിൻ ആലോചിക്കുന്നു, അത് ശരിയാണല്ലോ, ഇതെല്ലാം സാറാമ്മച്ചി ചെയ്തല്ലേ. സാറാമ്മച്ചി എനിക്ക് നല്ല ഫോൺ വാങ്ങിച്ചു തന്നിട്ടുണ്ട്, സാറാമ്മച്ചി എനിക്ക് ഏറ്റവും നല്ല ബൈക്ക് വാങ്ങിച്ചു തന്നു, സാറാമ്മച്ചി എനിക്ക് വേണ്ട എല്ലാം ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കെന്താ ഇപ്പോൾ കുറവ്? എൻ്റെ സന്തോഷവും സാറാമ്മച്ചി. അങ്ങനെ ജീവിച്ചിരുന്ന, സാറാമ്മച്ചിയിൽ ഒതുങ്ങിക്കൂടി ജീവിച്ചിരുന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം അറിയാണ് ഇതെല്ലാം ഒരു വലിയ കള്ളമായിരുന്നു എന്നറിയുമ്പോൾ, ലൈഫിൽ നമുക്ക് അങ്ങനത്തെ പല സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടായിരിക്കും. ആൾക്കാർക്ക് റിലേഷൻഷിപ്സിൽ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും നമ്മൾ വലിയൊരു എക്സ്പെക്റ്റേഷൻ വെച്ച് പോകുമ്പോൾ പെട്ടെന്ന് തകർന്നു പോകുമ്പോൾ അവർ ഡിറെയിൽഡ് ആവും. ആ ഡിറെയിൽഡ് ആവുന്ന സമയത്ത് എങ്ങോട്ട് വേണമെങ്കിലും പോകാം. ചിലപ്പോൾ ഇത് മനസ്സിലാക്കി ഇനി ഒരിക്കലും അങ്ങനെ വരാൻ നല്ല രീതിയിൽ പോകാം, ചിലപ്പോൾ മോശമായിട്ടും പോകാം. ഈ ചില കുട്ടികളുടെ ഈ ചെറുപ്പത്തിൽ നമ്മൾ വഴക്ക് പറഞ്ഞ് വളർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ വലുതാകുമ്പോൾ ഒരു നന്നാവും. ചില കുട്ടികൾ പക്ഷെ നന്നാവുമല്ല, ഇതിനോട് വളരെ ഓപ്പോസിറ്റായിട്ട് ബിഹേവ് ചെയ്യാൻ തുടങ്ങും. എന്ന് പറയുന്ന പോലെ ഇത് 2 സൈഡിലും പോകാം. അതാണ് ചിലപ്പോൾ ഈ ഒരുപാട് മദ്യപിക്കുന്ന അച്ഛന് ചിലപ്പോൾ മകൻ ചിലപ്പോൾ മദ്യപിക്കാതെ അതിനോട് ഒരു തരത്തിലും അടുപ്പമില്ലാത്ത, തിരിഞ്ഞു പോലും നോക്കില്ല. ചിലപ്പോൾ അതിനേക്കാളും അച്ഛനേക്കാൾ 10 മടങ്ങ് മദ്യപിക്കുന്ന ഒരാളായി മാറുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ വ്യത്യാസം അതറിയത്തില്ല, നമ്മുടെ ചോയ്സാണ്, നമ്മുടെ ആ ഒരു പക്വതയും നമ്മൾ എങ്ങനെ അതിനോട് അഡാപ്റ്റ് ചെയ്ത് പോകുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. ശരിക്കും സഞ്ജു ഈ പറഞ്ഞ കാര്യം സൂപ്പർഫിഷ്യലായിട്ടുള്ളൊരു കാര്യമല്ല. കാരണം സഞ്ജുവിൻ്റെ ലൈഫ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല അഡ്വേഴ്സ് സിറ്റുവേഷൻസിലൂടെ കടന്നുപോയി. യു ഹാവ് പേവ്ഡ് എ വേ ഫോർ യുവർ സെൽഫ്. അത് എനിക്ക് ഞാൻ സഞ്ജുവിനോട് ഓഫ് ദ റെക്കോർഡ് ക്യാമറയ്ക്ക് മുന്നിൽ അല്ലാതെ സംസാരിക്കുമ്പോൾ എനിക്ക് തന്നെ അത് പ്രോസസ്സ് ചെയ്യാൻ ഭയങ്കര പ്രയാസമാണ്. as to what kind of life situations he has gone through. I want to know about your story, Sanju. സഞ്ജു കേരളത്തിലല്ലല്ലോ, ജനിച്ചതൊക്കെ കൊൽക്കത്തയിലാണ്. And tell me about your childhood, which is probably a very difficult phase in your life in many aspects. ഞാൻ ജനിച്ച കൽക്കട്ടയിലാണ്. അപ്പോൾ അച്ഛനും അമ്മയും അവിടെയായിരുന്നു. അത് കല്യാണം കഴിഞ്ഞവർ കുറേ നാളിന് ശേഷമാണ് ഞാൻ ഉണ്ടാകുന്നത്. ഒരു 10 വർഷത്തിന് ശേഷമാണ് ഞാൻ ഉണ്ടാകുന്നത്. അത് അവരുടെ ലേറ്റ് മാരേജ് ആയിരുന്നു. അതിനുശേഷം 10 വർഷം കഴിഞ്ഞിട്ടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു 9 മാസം വരെ ഞാൻ കൽക്കട്ടയിലുണ്ടായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും വർക്ക് ചെയ്യുമ്പോൾ അപ്പോൾ ഒരു ആയ ഉണ്ടായിരുന്നു. അവർ വന്ന് നോക്കി, അവർ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ അവിടെ കിടത്തിയിട്ട് അവിടെ നിന്നുള്ള വീട്ടിലെ സാധനങ്ങളൊക്കെ മോഷ്ടിച്ച് അവർ പോയി. അപ്പോൾ അത് ഭയങ്കര ഒരു ടഫ് സിറ്റുവേഷൻ ആയിരുന്നു എൻ്റെ പേരൻസിന്. കാരണം എന്നെ കൊണ്ടുപോയില്ല എന്നുള്ളത് വലിയൊരു ആശ്വാസം. കുഞ്ഞിനെ അവർക്ക് വേണ്ടായിരുന്നു, അത്രയും ഇവനെ കൊണ്ട് പ്രശ്നമാണെന്ന് വെച്ചിട്ട്. പക്ഷേ അത് കഴിഞ്ഞ് അമ്മ ഇങ്ങനെ, അവർ വളരെ ടെൻഷനായിരുന്നത് എൻ്റെ ഫാദറിൻ്റെ ബ്രദർ, അച്ഛൻ്റെ അനിയൻ നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, കാരണം ഒന്നുകിൽ ആരെങ്കിലും ജോലി വിടണം അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോൾ അതുപോലെ നിങ്ങൾ കുഴപ്പമില്ല, അവരെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടോ, ഞാൻ നോക്കിക്കോളാം എന്ന്. അപ്പോൾ അവർ 3 മക്കളാണ്. അച്ഛൻ്റെ ബ്രദറിന് അവർക്ക് 3 മക്കളുണ്ട്. അപ്പോൾ അവരെല്ലാം 10-12 വയസ്സിന് മേലെയുള്ള, ഞാൻ അവരോട്ടൊക്കെ 10 വയസ്സിന് മേലെ ഗ്യാപ്പുണ്ട്.
അപ്പോൾ അങ്ങനെ എന്നെ അവിടെ കൊണ്ടുവന്ന് വിടുകയും ഞാൻ അവിടെ സെറ്റിലാവുകയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് 9 മാസം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ ഞാൻ അവിടെ നാട്ടിൽ എൻ്റെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ ബ്രദറാണ്, പക്ഷേ ഞാൻ അവരെയാണ് അച്ഛാന്ന് വിളിക്കുന്നതും അമ്മയെന്ന് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ നാട്ടിൽ വരുമ്പോൾ എനിക്ക് പാല് വേണം, ചെറിയ കുഞ്ഞാകുമ്പോൾ പാല്. അപ്പോൾ എനിക്ക് അമ്മ തരും, പക്ഷെ അമ്മയ്ക്ക് പാലില്ല. അപ്പം ഞാൻ എത്രയോ നാൾ, എനിക്ക് തോന്നുന്നു ഞാൻ ഒരു 4 വയസ്സ് വരെ ഞാൻ പാല് കുടിച്ചിട്ടുണ്ട്, പക്ഷെ പാലില്ല. പക്ഷെ ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാൻ മണ്ടനായിരുന്നു, അതോ ഞാൻ അത് കൺവിൻസ്ഡ് ആയിരുന്നു, ഞാൻ പാല് കുടിക്കുകയാണ് എന്നുള്ളതിൽ കൺവിൻസ്ഡ് ആയിരുന്നു. ഞാൻ LKG കൊണ്ടുവിടുന്നത് വരെ ഞാൻ പാല് കുടിക്കുന്നു. അപ്പോൾ പക്ഷേ എനിക്കത് ഭയങ്കര ഒരു നല്ല ഒരു ബന്ധം എനിക്ക് അവിടെ ഉണ്ടായി. അപ്പോൾ എനിക്കങ്ങനെ അമ്മയും അച്ഛൻ, അപ്പോൾ എനിക്ക് ഐ ഹാവ് എ പെയർ ഓഫ് പേരൻസ് എനിക്ക് പറയാം. അപ്പോൾ എനിക്ക് അവിടെ 2 ചേട്ടന്മാരുണ്ട്, ഒരു ചേച്ചിയുണ്ട്, എനിക്കൊരു അനിയത്തിയുണ്ട്. അപ്പം അങ്ങനെ അത്രയും പേരെനിക്കുണ്ട്. പക്ഷേ നമ്മൾ പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഹോസ്റ്റലിലേക്ക് മാറി, ലോസ് മൈ ഫാദർ. അപ്പോൾ അത് അന്നേരം എനിക്ക് 6 വയസ്സെന്തേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് അമ്മ കൽക്കട്ടയിലാണ്. അപ്പോൾ ഞാൻ വെക്കേഷന് കൽക്കട്ടയ്ക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണ് അദ്ദേഹം പെട്ടെന്ന് ഹി വെന്റ് മിസ്സിങ്. അപ്പോൾ ആ സമയത്ത് സഞ്ജു കൊൽക്കത്തയിലുണ്ട്, ഞാൻ കൽക്കട്ടയ്ക്ക് പോവുകയാണ്. അപ്പം അദ്ദേഹത്തിന് ആ സമയത്ത് ഭയങ്കര ഡിപ്രഷനും ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല, പക്ഷേ ഹി വെന്റ് മിസ്സിങ്. അപ്പോൾ എനിക്കൊരു ഇതെന്താ വെച്ചാൽ ഞാൻ വരുന്നു, അതുകൊണ്ട് ആ സമയത്തേക്ക് അദ്ദേഹം മിസ്സായി പോയി. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ അത് അദ്ദേഹത്തിന് എന്തോ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നായിരിക്കാം, എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം അതുകൊണ്ടൊക്കെയാണ് അദ്ദേഹം പോയത്. പക്ഷേ അത് എന്നെ വല്ലാണ്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട് ആ പ്രായത്തിലും. പിന്നെ എനിക്ക് അന്ന് 6 വയസ്സേ ഉള്ളൂ. അപ്പോൾ ദാറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് ആക്ച്വലി. ഭയങ്കര നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. പിന്നീട് അങ്ങോട്ട് പക്ഷേ എന്നെ അതൊന്ന് ഓവർകം ചെയ്യാൻ ഹെൽപ്പ് ചെയ്തൊരു പക്ഷേ എൻ്റെ നാട്ടിലെ അച്ഛനും അമ്മയും അവരായിരുന്നു. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ തിങ്ക് ചെയ്യാതെ, കാരണം എനിക്ക് ആ ഒരാളെ മിസ് ചെയ്യാതെ തന്നെ അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഒരുപാട് സ്ട്രഗിളിൽ പിന്നെ അങ്ങോട്ട് ഭയങ്കര അവിടെ നിന്ന് തുടങ്ങുന്നത്. അപ്പം ഈ ജാതകത്തിൽ എഴുതിയിട്ട് 8 വയസ്സ് വരെ ശുക്രനായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ശുക്രനെ സമയത്ത് നടന്ന പരിപാടികളാണ്. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് എന്നെ ഞാൻ 8 വയസ്സ് വരെ ഞാൻ നാട്ടിൽ തന്നെയായിരുന്നു, കായംകുളത്തായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ കൽക്കട്ടയിലാണ്. അപ്പോൾ അമ്മയ്ക്ക് തോന്നി ഞാൻ അവിടെ നിന്ന് പഠിക്കുന്നത് ശരിയാവില്ല എന്നൊക്കെ തോന്നി. അപ്പം അങ്ങനെ അമ്മ പറഞ്ഞപ്പോഴേക്കും അല്ലെങ്കിൽ ഹോസ്റ്റലിലേക്ക് മാറ്റുന്നപ്പോഴത്തേക്കും ഞാൻ 8ാം ക്ലാസ്സിൽ ആ 3ാം ക്ലാസ്സിൽ നന്നായി പഠിച്ച് നല്ല മാർക്കൊക്കെ വാങ്ങിച്ചിരുന്നു. പക്ഷേ എന്നെ ഹോസ്റ്റലിലേക്ക് ആക്കി ഞാൻ ഒരു കുട്ടിക്കാലത്ത് ഒരു കോൺവെൻറ്റിലായിരുന്നു. അവിടെ 1 വർഷം ഉണ്ടായിരുന്നു. പക്ഷേ അത് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു, ഭയങ്കര സ്ട്രഗിളായിരുന്നു. കാരണം ഒറ്റയ്ക്ക് ആ സമയത്ത് 3ാം ക്ലാസ്സിലെ കുട്ടിയാണെന്ന് ഓർക്കണം, തീരെ ചെറിയ കുഞ്ഞാണ്. എനിക്ക് സങ്കല്പിക്കാൻ പറ്റില്ല എൻ്റെ മകനെ 3ാം ക്ലാസ്സിൽ കൊണ്ടുപോയി ഇപ്പോഴും പറ്റുന്നില്ല. എനിക്കും പറ്റില്ല, എൻ്റെ കുട്ടിയെ പറ്റില്ല. പക്ഷേ അവിടെ ആ സ്ട്രഗിൾ ഭയങ്കരമായിരുന്നു. അമ്മയുടെ അടുത്ത് ഐ തിങ്ക് ഷി ഡിഡ്ന്റ് ഹാവ് എ ചോയ്സ് അറ്റ് ദാറ്റ് പോയിന്റ് ഇൻ ടൈം. ഇല്ല, കാരണം എന്ന് വെച്ചാൽ എനിക്ക് നല്ല വിദ്യാഭ്യാസം തരണം, അതുകൊണ്ടേ കാര്യമുള്ളൂ എന്ന് നിൽക്കുന്ന ഇപ്പോൾ ഒരു ആ സമയത്ത് ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ വർക്കിംഗ് വുമണ് അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ വേറെ ഒന്നുമില്ല, വേറെ സൊല്യൂഷൻസ് ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്നെ അവിടെ കൊണ്ടുപോയിട്ട്, പക്ഷേ അവിടെ ഭയങ്കര പ്രശ്നമായിരുന്നു. ഇപ്പം സീനിയർ ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ നമ്മളെ ബുള്ളി ചെയ്യും, അല്ലെങ്കിൽ നമ്മളെ ഇപ്പം എന്തെങ്കിലും നമ്മൾ ചോദിച്ചാൽ ചിലപ്പോൾ നമ്മളെ അടിക്കും ഇടിക്കും. ഇതെല്ലാം കാരണം അന്നൊക്കെ ഭയങ്കര പാവം, നമുക്ക് അങ്ങനെ ഒരു സ്ട്രെങ്ത് ഒന്നുമില്ല. അപ്പം അങ്ങനെ 1 വർഷം അവിടെ വന്നു. അത് കഴിഞ്ഞപ്പോഴേക്ക് ഞാനപ്പോൾ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു. നാട്ടിൽ നിന്നൊക്കെ എല്ലാവരും കംപ്ലയിൻറ്റ് ചെയ്യാൻ തുടങ്ങി. നാട്ടിൽ നിന്ന് അമ്മയൊക്കെ കത്തെഴുതും, എന്തായി കാണും, അവനെ ഒന്ന് വെക്കേഷനൊക്കെ പോയി കാണുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റില്ല, അവൻ്റെ കോലം കണ്ടിട്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഭയങ്കര. അപ്പോൾ അങ്ങനെ അമ്മേനെ പിന്നെ അവിടെ നിന്ന് മാറ്റി, എന്നെ തൃശ്ശൂർ ചിന്മയ മിഷനിലേക്കാക്കി. അവിടെയും ഹോസ്റ്റലിൽ തന്നെ. അപ്പോൾ എനിക്ക് അമ്മയോട് ഭയങ്കര ദേഷ്യമായിരുന്നു. അപ്പം ഞാൻ എന്നിട്ട് പറയും, ഞാൻ പഠിക്കില്ല, ഞാൻ പഠിക്കില്ല, ഞാൻ തോക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ പഠിക്കില്ല, അങ്ങനെ ഭയങ്കര വഴക്കായിരുന്നു. അതിന് പക്ഷേ എന്നെ ഹോസ്റ്റലിലേക്ക്, കാരണം ഞാൻ അവിടെ പോയി അവിടെയും ഇതേ പ്രശ്നങ്ങൾ തന്നെ ഫേസ് ചെയ്യും. പിന്നെ അതെന്നാണ് ഞാൻ പഠിക്കുന്നത്, ഈ കയ്യൂക്കുണ്ടെങ്കിലേ എന്തെങ്കിലും ഒരു കാര്യമുള്ളൂ. നമ്മളത് പിന്നെ സ്ട്രീറ്റ് സ്മാർട്ട് ആകാതെ രക്ഷയില്ല. കാരണം അത് അങ്ങനെയാണ് അവിടെ എവിടെ പോയാലും ജീവിതത്തിൽ അങ്ങനെയാണെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. നമ്മൾ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് ചെന്ന് നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യും. അപ്പോൾ നമ്മുടെ കൂടെയുള്ള ആൾക്കാരാണെങ്കിലും ഇപ്പോൾ അവിടെയുള്ള അവന്മാരൊക്കെ ഭയങ്കര ചട്ടമ്പികളായിട്ടുള്ളവന്മാരാണ്, നമ്മൾ ആ സമയത്ത് പിടിച്ചേക്കാൻ പറ്റില്ല. പക്ഷെ ആ ഒരു സമയം നമ്മൾ ഓവർകം ചെയ്ത് വരുമ്പോൾ നമുക്കൊരു സ്ട്രെങ്ത് വരികയും പിന്നെ നമ്മളവിടെ കുറച്ചുകൂടി ശക്തിയുള്ള ആളായി മാറുന്ന ഒരു ചേഞ്ച് ഉണ്ടല്ലോ. ഒരു സിനിമയിലൊക്കെ കാണുന്ന പോലെ അത് പിന്നീട് അവിടെ നിന്ന് ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മളവിടെ ഒരു
ഒരു സ്ട്രോങ് ആളായി മാറുകയും പിന്നീട് സഞ്ജുവിന്റെ റിലേഷൻഷിപ്പ് എങ്ങനെയാ മാറിയ വിത്ത് യുവർ മദർ? ബിക്കോസ് എനിക്ക് ഇതിനകത്ത് ഐ എം ട്രൈങ് ടു സീ ഇറ്റ് ഫ്രം യുവർ മോംസ് പെർസ്പെക്റ്റീവ്. കാരണം ഹസ്ബൻഡ് കാണാതാവുകയാണ്, അതിൻ്റെ ഡിഫിക്കൽട്ടിയും പെയിനും സഫറിങ്ങും അത് വേറെ. 2 കൊച്ചു കുഞ്ഞുങ്ങൾ അല്ലേ, സഞ്ജുവും സഞ്ജുവിൻ്റെ അനിയത്തിയും. മകനെ ഹോസ്റ്റലിലാക്കേണ്ടി വരുന്നു, മകന് അമ്മയോട് ദേഷ്യം. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ ആ അമ്മയുടെ മനസ്സൊന്ന് സങ്കല്പിക്കാൻ നോക്കുകയാണ്. ഹൗ വാസ് യുവർ മദർ ദെൻ ആൻഡ് ഇപ്പോഴെങ്ങനെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ്? ഞങ്ങളെപ്പോഴും വഴക്കായിരുന്നു, ഇപ്പോഴും ഞങ്ങളിപ്പോഴും വഴക്കിട്ടുകൊണ്ടിരിക്കും. പക്ഷേ അതല്ല, ഞാൻ എന്നാലും എനിക്ക് ഈ പറയുന്ന അവരെങ്ങനെ അത് ചെയ്യുന്നു എന്നുള്ളൊരിതുണ്ടായിരുന്നു. കാരണം എൻ്റെ അമ്മയുടെ ഒരു 50% ഓഫ് അവർ ഇൻകം വാസ് സ്പെൻറ്റ് ഓൺ മീ എൻ്റെ ഹോസ്റ്റലിൽ. അപ്പോൾ എനിക്കൊരു അനിയത്തിയുണ്ട്, അപ്പോൾ അതെനിക്ക് വല്ലാത്ത ഉത്തരവാദിത്വമായിരുന്നു. അപ്പോൾ എനിക്ക് ചിലപ്പോൾ വെക്കേഷന് പോകുമ്പോൾ ഒരു ജീൻസ് വാങ്ങി തരണം എന്ന് പറഞ്ഞാലും എനിക്ക് പിന്നീട് ഒരു കുറ്റബോധമാണ്. വേണോ, എനിക്ക് ആ പ്രായത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എൻ്റെ വീട്ടിൽ ഉണ്ടാകുന്ന ഫൈനാൻഷ്യൽ പ്രശ്നങ്ങളും ഒക്കെ ഞാൻ അറിയുന്നുണ്ട്. അപ്പം നാട്ടിലാണെങ്കിലും അച്ഛനാണെങ്കിലും ആ സമയത്ത് ആർമിയിൽ നിന്നൊക്കെ വന്നതിന് ശേഷം, ആർമിയിലായിരുന്നു പുള്ളി, അപ്പോൾ അവിടെ നിന്ന് വന്നതിന് ശേഷം ചേച്ചിയുടെ കല്യാണം നടക്കുന്നപ്പോഴൊക്കെ പുള്ളി ഫൈനാൻഷ്യലി ഭയങ്കര ഇതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ അച്ഛൻ കാറ് വിൽക്കുന്നു നാട്ടിൽ, അതൊക്കെ എനിക്ക് ഭയങ്കര പെയിനായിരുന്നു. അപ്പോൾ അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചേച്ചിയുടെ കല്യാണമൊക്കെ വരുന്നു, അപ്പം പുള്ളി ഫൈനാൻഷ്യലി അതെനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. അപ്പോൾ എനിക്ക് ചേച്ചിയുടെ കല്യാണം കഴിച്ച സമയത്താണ് കാറ് പോയത്. അപ്പോൾ എനിക്ക് അളിയനോട് ഭയങ്കര ദേഷ്യം, എല്ലാം കൂടി ഒരു ആംഗ്രി യങ് മാൻ ആ സമയത്ത് ഭയങ്കര. പക്ഷെ ഇതൊന്നും പുറത്ത് കാണിക്കും അങ്ങനെ ഒന്നുമില്ല. ഞാൻ ഭയങ്കരമായിട്ട് അതെന്നെ ഇപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുമായിരുന്നു. ഇപ്പോൾ പുറത്ത് പോകുമ്പോൾ ഇന്നത് വാങ്ങിച്ചു തരാം, അപ്പോൾ എടാ ഇപ്പം അങ്ങനെ ഒന്നും വാങ്ങിച്ചു തരാൻ ഇപ്പം പറ്റില്ല, അറിയാമല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഓക്കെ ശരിയാണ്. ഞാൻ അന്ന് മുതലേ അത് മനസ്സിലാക്കിയിരുന്നു. അത് അങ്ങനെ വേണമായിരുന്നു വേണ്ടെന്നും എനിക്കറിയില്ല. ആ സമയത്ത് ഞാൻ ഒരു സൈക്കിൾ വാങ്ങിച്ചു തരാൻ വേണ്ടി വഴക്കിട്ടിട്ടില്ല വീട്ടിൽ, അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് ബാറ്റ് വാങ്ങിച്ചു തരാൻ വേണ്ടി വഴക്കിട്ടിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഞാൻ ഒരു പ്രശ്നവും വീട്ടിലുണ്ടാക്കിയിട്ടില്ല. അപ്പം ഞാൻ ചോദിക്കട്ടെ, സഞ്ജുവിൻ്റെ കുട്ടികളുടെ അടുത്ത് എങ്ങനെയാണ്? 2 ആൺകുട്ടികളാണല്ലോ, അവർ ഓരോ ഡിമാൻഡ്സ് വെക്കുമ്പോൾ സഞ്ജു എങ്ങനെയാണ്? ലിബറൽ ആണോ അത് സഞ്ജു അവരോട്? ടു ബി ഫ്രാങ്ക്, ഞാൻ ലിബറലാണ്, എന്നാൽ പറ്റുന്നത് പോലെ. കാരണം അവരന്ന് അവരാൽ പറ്റുന്നത് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ എന്നാൽ പറ്റുന്നത് ചെയ്യണം. ഇപ്പം എനിക്ക് കിട്ടിയില്ലെന്ന് വെച്ചാൽ അവർക്ക് കൊടുക്കരുതെന്നല്ല, എനിക്ക് കിട്ടാതിരുന്നത് എൻ്റെ സാഹചര്യം അതായതുകൊണ്ടാണ്, എൻ്റെ വീട്ടുകാരുടെ സാഹചര്യം അതായതുകൊണ്ട്. എൻ്റെ സാഹചര്യം അതിലും ബെറ്ററാണ്. അപ്പോൾ എനിക്ക് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു. അവന് വലിയ വലിയ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ചെയ്തു കൊടുക്കാറില്ല. സഞ്ജുവിൻ്റെ ലൈഫിൽ പെട്ടെന്നൊരു മാറ്റം സംഭവിച്ചപ്പോഴാണ്, വെൻ ഡിഡ് യു ഫീൽ ദാറ്റ് ഈ ഒരു പെയിനിലൂടെ, ഈ സഫറിങ്ങിൽ നിന്ന് ഒരു റിലീഫ് എന്ന നിലയ്ക്ക്? ഇതൊരു സമയത്ത് നമ്മളൊരു സാച്ചുറേഷൻ പോയിന്റിൽ എത്തുമല്ലോ. ഞാൻ മേ ബി ഒരു 12-13 ഒക്കെ ആയ സമയത്ത് മുതൽ തന്നെ എൻ്റെ ലൈഫിൽ മാറ്റങ്ങൾ. പിന്നെ ഐ സ്റ്റാർട്ടഡ് വിന്നിങ്. അതുവരെ എനിക്കൊരു ഫിയർ ഓഫ് ഫെയിലിയർ ഉണ്ടായിരുന്നു. ഇന്നും എനിക്കൊരു ഫിയർ ഓഫ് ഫെയിലിയർ എവിടെയോ ചെറുത് കിടപ്പുണ്ട്. പക്ഷേ ആ ഫിയർ ഓഫ് ഫെയിലിയറിനെ ഞാൻ ഓവർകം ചെയ്ത് ഐ ബിക്കെയിം ഗുഡ് അറ്റ് തിങ്സ്. സ്പോർട്സിൽ നന്നാവാൻ തുടങ്ങി, ഞാൻ സ്കൂളിൽ ആക്റ്റീവ് ആവാൻ തുടങ്ങി. ആൻഡ് സ്കൂളിൽ എനിക്ക് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു. ഐ വോണ്ടഡ് ടു ബി ദ ഹൗസ് ക്യാപ്റ്റൻ, ഐ വോണ്ടഡ് ടു ബി ദ സ്പോർട്സ് ക്യാപ്റ്റൻ. എനിക്ക് എൻ്റെ സീനിയേഴ്സിനെ പല ആൾക്കാരെ നമ്മൾ ഒത്തിരി ഇഷ്ടമുള്ള ആൾക്കാരാണ്, അവരെ പോലെയൊക്കെ ആവണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്തു. അവർ അത്ലറ്റിക്സിൽ അല്ലെങ്കിൽ സ്പോർട്സിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ, അവരൊക്കെ ഫസ്റ്റ് കിട്ടുന്ന എന്തൊക്കെയാണോ, ഞാൻ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്തിരുന്ന ആളുണ്ട്, ഒരു അജീബ് എന്ന് പറഞ്ഞിട്ട് ഒരു സീനിയർ. അപ്പോൾ അജീബായിട്ട് എൻ്റെ ഭയങ്കര ഹീറോ ആയിരുന്നു. ഭയങ്കര രസമുള്ള, ഭയങ്കര ചുള്ളനാണ്, ഭയങ്കര നല്ല ബിഹേവിയറാണ്. എന്നാൽ എല്ലാ പ്രശ്നങ്ങൾക്കൊക്കെ ഉണ്ട്, സ്പോർട്സിൽ എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ പുള്ളിയുടെ എല്ലാ ഇവൻറ്റും ഞാൻ അതേപോലെ തന്നെ ചെയ്യുമായിരുന്നു. അതായത് ലൈക്ക് പുള്ളി ഫുട്ബോൾ ഒഴികെ ബാക്കി പുള്ളി ചെയ്യുന്ന എല്ലാം ഞാൻ ചെയ്യുമായിരുന്നു. ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഞാൻ പുള്ളി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളി മിസ്റ്റർ ചെന്മയ, എനിക്ക് മിസ്റ്റർ ചെന്മയ ആവണമെന്ന്, അത് ഞാനായി. ഇതെല്ലാം ഞാൻ അവിടെ അച്ചീവ് ചെയ്തു. അപ്പോൾ എനിക്ക് അന്ന് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിതെല്ലാം എത്തും. ഒരു 10 വർഷം എടുത്തത് എനിക്ക് ആ സമയത്ത് എനിക്ക് നേടാൻ, അങ്ങനൊരു മാറ്റം വരെ. എൻ്റെ ജീവിതത്തിൽ ഇനിയും ഈ 10 വർഷത്തിൽ എല്ലാ കാര്യങ്ങളും മാറിക്കൊണ്ടിരിക്കും, ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ സിനിമയിൽ വന്നതിന് ശേഷവും 2013 അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും അറിയാം എൻ്റെ ലൈഫിൽ ഇതിനു മുമ്പ് ഇങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനത് ഇറ്റ് വിൽ ടേക്ക് ടൈം. പക്ഷേ ഞാൻ അതിൽ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും, അതിൽ ഞാൻ ചെയ്തുകൊണ്ട്. എത്ര പ്രശ്നം ഉണ്ടെങ്കിലും കൂടുതൽ പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് കൂടുതൽ നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മളെ തറ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അതിനകത്തുനിന്ന് വേറെ പ്രശ്നങ്ങളില്ല, അതിലും താഴോട്ടൊന്നും നമ്മൾ പോകാൻ പറ്റില്ലല്ലോ. സഞ്ജു എപ്പോഴെങ്കിലും അച്ഛനെ മീറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. കാരണം സഞ്ജുവിൻ്റെ ലൈഫിൻ്റെ ഒരു പിവറ്റൽ മൂമെൻ്റ് അതാണ്. ശരിക്കും ലൈഫിൻ്റെ ട്രാജക്ടറി മാറുന്നത് ആ ഒരു മൂമെൻറ്റിലാണ്, അച്ഛൻ്റെ ഡിസപ്പിയറൻസ് ആണ്. അപ്പോൾ അതിനൊരു ക്ലോഷർ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ലേ? എൻ്റെ അടുത്ത് ആരോ പറഞ്ഞു അജ്മീറിലുണ്ട് അദ്ദേഹം. അപ്പോൾ നമ്മൾ വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഏതെങ്കിലും മാർഗ്ഗത്തിൽ അറിയാൻ പറ്റുന്ന നമ്മൾ ജ്യോതിഷം
അല്ലെങ്കിൽ അങ്ങനെ ലക്ഷണമൊത്ത് പറയുന്ന ആൾക്കാർ. പക്ഷേ അതൊരു വലിയ പെയിനായിരുന്നു. ഇപ്പം അറ്റ് ദ ഏജ് ഓഫ് 6 വെൻ യു ലൂസ് എ പേഴ്സൺ, അപ്പോൾ എൻ്റെ ഉള്ളിലത്തെ 6 വയസ്സിൽ എനിക്ക് തോന്നിയത് ഞാൻ കാരണമാണോ, അപ്പോൾ അതിലെന്താ ഇപ്പോൾ മോഹൻലാലിൻ്റെ അനിയനായിട്ടാണ് എന്നൊക്കെ വെറുതെ പറഞ്ഞു. അപ്പോൾ അവരത് വിശ്വസിച്ചു. അവർ വിശ്വസിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പം ആരോടെങ്കിലും ഞാൻ മറ്റേത് സിനിമയിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞാൽ ആൾക്കാർ പറയും പിന്നെ നീ സിനിമയിൽ അങ്ങനെ പറയുന്നതിൽ നിന്നും ആൾക്കാരത് വിശ്വസിക്കുന്നുണ്ട്. ഇപ്പം ഇറ്റ് ടുക്ക് മീ 12 years. അപ്പോൾ നമ്മൾ പല ഈ മദ്യക്കുപ്പിയിലൊക്കെ എഴുതിയേക്കുന്നുണ്ട് മറ്റേ 12 year old അല്ലെങ്കിൽ 12 years എന്ന് പറയുന്ന പോലെ ഇറ്റ് ടേക്സ് ടൈം. എനിക്ക് ആ സമയം എടുത്താണ് ഞാനത്. അപ്പോൾ ഞാൻ ഇതിനെ ഒരു സഡൻ ചേഞ്ച് ആയിട്ട് ഞാൻ കാണുന്നില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ മനസ്സുകൊണ്ടാണ് ഞാൻ ചിലപ്പോൾ എന്നിട്ട് എൻ്റെ അമ്മയെ ബ്ലെയിം ചെയ്തിട്ടുണ്ട്. അമ്മ കാരണമായിരിക്കും. പക്ഷെ അതൊന്നും അല്ല കാര്യം.